വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുട്ടയില്ലാത്ത മുട്ടയപ്പം. ഇതാകെ 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടും തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത്, 1/2 ഗ്ലാസ് ചോറ്. അരിയെടുത്ത അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ വേണം ചോറും അളന്നെടുക്കാൻ. പിന്നെ വേണ്ടത് ഉപ്പ്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന അരിയിടാം. ഇനി ഇതിലേക്ക് ചോറിടാം. ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കരുത്, അപ്പോൾ നമുക്ക് ശരിക്കും അരഞ്ഞു കിട്ടില്ല. ആവശ്യത്തിന് വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇത് അധികം കട്ടിയാവാനും പാടില്ല, അധികം ലൂസ് ആവാനും പാടില്ല. ശരിക്കും ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് മുട്ടയപ്പം തയ്യാറാക്കാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മളിത് ഒഴിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ മുട്ടയപ്പം പൊങ്ങി വരില്ല. അതുകൊണ്ട് നല്ലപോലെ ഓയിൽ ചൂടായതിന് ശേഷം വേണം ബാറ്റർ ഒഴിക്കാൻ. മുട്ടയപ്പം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അത് നല്ലപോലെ വീർത്ത് വന്നിട്ടുമുണ്ട്. ഇങ്ങനെയാണ് ഇത് വരേണ്ടത്. ശരിക്കും നല്ലതുപോലെ വീർത്ത് വരണം. ഇതിന് മുട്ടയപ്പം എന്ന് പേര് പറയുന്നത് ഇത് മാവ് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ പൊങ്ങി വരുന്നത് കൊണ്ടാണ്, ഇതുപോലെ വീർത്ത് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇതിനെ മുട്ടയപ്പം എന്ന് പറയുന്നത്. റെഡിയായി. ഇനി നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാനും നല്ലതാണ്, ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാനും നല്ലതാണ്. ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ജുലീനാസ് കിച്ചൺ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ബൈ.